ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോംബോ റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ നോമ്പൊക്കെ തുടങ്ങാനായി. അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. സേവ് ചെയ്ത് വെച്ചോ. പാലാടയും നല്ല അടിപൊളി ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി പരത്തി ചുടേണ്ട ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചത് 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഒരു ചെറിയ സൈസുള്ള ഒരു കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു സൈസുള്ള ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ചെറുത് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 കൈപ്പിടി ഉണ്ടാവും എൻ്റെ കൈപ്പിടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 1 2 കൈപ്പിടി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ചധികം ചെറിയുള്ളിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. 200, 250 ഉണ്ടാവും. ഒരു 10, 50 ചെറിയുള്ളിയുണ്ട് ചെറിയ സൈസിലുള്ള. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക. ബ്രൗൺ അല്ല, ഒന്ന് സോഫ്റ്റ് ആകണ വരെ കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ദാ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി നന്നായിട്ടൊന്ന് വാടി വന്നു കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ഒരു മണവും ചൊയയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ദാ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പച്ച ചൊയയൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു വലിയ സൈസുള്ള 2 തക്കാളിയാണ് എടുത്തത്. ചെറുതായിട്ട് മുറിച്ച് കൊടുത്തതാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴയണ വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കുഴഞ്ഞ് വരും. ആ ഒരു പാകത്തിലാകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ അതാ തക്കാളിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടിയ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടിയത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത്രയേ അതിലെ പൊടികളുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു പൊടികളും ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ദാ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലാണുള്ളത് കേട്ടോ. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തത് ഒരു 1.25 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. കുറച്ചധികം ഉണ്ട്. 1 കിലോ എന്നാണ് ഞാൻ എഴുതി കാണിക്കുന്നത്. ആ ഒരു 1 കിലോ എടുക്കുകയാണെങ്കിലും ഇതേ അളവ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അത് കറക്റ്റാണ് ആ ഒരു 1.5 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയും ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകണ വരെ, ആ ഇറച്ചി കഷ്ണമൊക്കെ ഒന്ന് ചൂടായി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. കുറച്ച് കരിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റീൽ കുക്കറിലല്ല അലുമിനിയം കുക്കറിലാണ് ഉണ്ടാക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം തീരെ വരുന്നില്ല. അലുമിനിയം കുക്കറിൽ അടി പിടിക്കൂല. അതുകൊണ്ട് ചെറിയ തീയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതിങ്ങനെ അടി പിടിക്കുന്ന പ്രശ്നം വരില്ല. ഇത് സ്റ്റീൽ ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റാണ് ഞാനിതിവിടെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. 20 മിനിറ്റ് കഴിയട്ടെ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ പാലാട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പാലാടക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്ത് വൈറ്റ് ബസ്മതി റൈസാണ്. നീളമുള്ള വൈറ്റ് ബസ്മതി റൈസ് ഇല്ലേ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരി തന്നെയാണിത്. അങ്ങനത്തെ റൈസാണ് എടുത്തത്. ഇവിടെ കയമൊക്കെ ഇപ്പം കുറച്ച് ക്ഷാമമുണ്ട് കയമ അരി കിട്ടാൻ. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു 3 കപ്പ് അരി നന്നായിട്ട് സോക്ക് ചെയ്തതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് സോക്ക് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ വേണ്ടിയത് തേങ്ങ ആണ്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അത്ര തന്നെയാണ് തേങ്ങ വേണ്ടി കേട്ടോ. ഫ്രഷ് തേങ്ങ ആണെങ്കിൽ ഞാനിപ്പോൾ 3 കപ്പ് അരി എടുത്തതിന് 3 കപ്പ് തന്നെ തേങ്ങ വേണം. ഞാനിത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് 1.5 കപ്പേ എടുത്തിട്ടുള്ളൂ. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ 1/2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് ഫ്രഷ് തേങ്ങക്ക് തുല്യമാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സെയിം അളവാണ് കേട്ടോ. എല്ലാം 3 കപ്പ് എടുക്കുകയാണെങ്കിൽ 3 എണ്ണമാണ് എല്ലാം വേണ്ടിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ 2 3 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഫസ്റ്റ് ബാച്ച് തേനെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കൊന്ന് അരച്ചെടുക്കുക. കട്ടിയിലാണെങ്കിലാണ് നന്നായിട്ട് അരയുക കേട്ടോ. അരഞ്ഞ് കിട്ടണം നന്നായിട്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ അതായത് ഫസ്റ്റ് ബാച്ച് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ 2 ബാച്ചും കൂടെ അരക്കാനുണ്ട് കേട്ടോ. അതും കൂടെ ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ദാ കംപ്ലീറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 3 ബാച്ചായിട്ട് അരച്ചെടുത്ത മാവാണിത്. ഇത് നമുക്ക് വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കാരണം ഇതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ കണ്ടില്ല നല്ല കട്ടിയായിട്ടാണുള്ളത്. ഈ ഒരു കട്ടി വേണ്ട, നമുക്ക് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഈ ഒരു മാവ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചധികം വെള്ളം എടുത്ത് വെക്കുക. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ എഴുതി കാണിക്കാത്തത്. വെള്ളം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് 2 കപ്പോളം വെള്ളം ഇപ്പോൾ ഞാൻ എടുത്താണ്. അതിൽ കുറച്ച് കിലോ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കി അവിടെ തന്നെ വെക്കുക. ബാക്കി ഞാൻ അവിടെ തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അത് മാവൊന്ന് ലൂസായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് കണ്ടില്ലേ ഈ ഒരു ലൂസിൽ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് എടുക്കാം.
ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പാലാടൻ്റെ മാവ് വേണ്ടി കേട്ടോ. ഒരു നല്ല കണ്ണി അടുത്തിട്ടുള്ള അരിപ്പയില്ലേ അങ്ങനത്തെ അരിപ്പ വേണം കേട്ടോ. വിട്ട് വിട്ടുള്ള അരിപ്പല്ല, നല്ല നൈസായിട്ട് കിട്ടുന്ന അരിപ്പായിരിക്കണം. അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. പക്ഷേ തേങ്ങാപ്പാലിനെക്കാട്ടും ടേസ്റ്റ് തേങ്ങ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് എന്താ പറയുക, ഇതിൻ്റെ ഒരു നമ്മളെന്താ പറയുക ചണ്ടി എന്നാണ് പറയുക ഇതിൻ്റെ വേസ്റ്റ്, അങ്ങനെ കട്ടിയായിട്ട് നിൽക്കും. അരയാത്ത അരിയും അതേപോലെ തന്നെ തേങ്ങൻ്റെ വേസ്റ്റും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ദേ ഈ ലാസ്റ്റ് വന്ന ഇതില്ലേ, അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇതിൻ്റെ മേലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതിൻ്റെ സത്ത് അടിയിലേക്ക് വന്നോളൂ. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് കളയരുത് കേട്ടോ, ഒന്നും കൂടെ അത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ദാ ഇത് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞിട്ട് അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അതിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഞെക്കി പിഴിയുന്നുണ്ട്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് പിന്നെ ഒരു നമ്മളാദ്യം അടിച്ച് വെച്ച ആ മിക്സി ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ പകുതിയും കൂടെ അരിച്ചെടുക്കാനുണ്ട് കേട്ടോ. ബാക്കി പകുതിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക അരിച്ചെടുക്കുക. നന്നായിട്ട് നല്ല ഇതാക്കിയിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2, 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ നല്ലോണം ഞെക്കി പിഴിഞ്ഞതിന് ശേഷം അതും ആ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ അതും ഞാൻ ഞെക്കി പിഴിഞ്ഞിന് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 2 പ്രാവശ്യം അരിച്ചപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയത്. 2 കയ്യിലാണ് ഇപ്പോൾ ഇത് കിട്ടിയത് കേട്ടോ. ചെറിയ സ്പൂൺ പോലത്തെ കയ്യിലാണ്. അപ്പോൾ ദാ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. എന്നിട്ട് ആ ലാസ്റ്റ് അടിച്ചത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, ഇതിൽ പിന്നെ നമ്മൾ അരിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത് നമുക്ക് വേസ്റ്റാണ്. ഇതിന് നമുക്ക് കളഞ്ഞാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ഈ ചണ്ടീനെ നമുക്ക് വേസ്റ്റായിട്ട് കളയാം. ഇതിൽ നിന്ന് മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിനി ഒന്നുമില്ല. നമ്മൾ ആ ഒരു തേങ്ങൻ്റെ വേസ്റ്റാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് കളയാം. ഇനിയിപ്പോൾ അത് നമ്മളെ മാവ് ഇവിടെ റെഡി ആയിന്. ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടി കേട്ടോ. നല്ല വെള്ളം പോലാണ് വേണ്ടിയത്. കയ്യിലിൻ്റെ മേലെ നമുക്ക് കയ്യിൽ നല്ല ക്ലിയർ ആയിട്ട് കാണണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂണൊക്കെ മതിയാവും, 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അത്രയും മതി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മളെ പാലാടൻ്റെ മിക്സ് എന്ന് പറയുന്നത്, മാവ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രൈ പാനിലാണ് ഇത് ചുട്ടെടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ നല്ല എളുപ്പമാണ്. മറ്റേലും ചൂടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓരോ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ മാവ് എടുക്കാവൂ കേട്ടോ. ഓരോ പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ അത് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. നല്ല നേരിയതായിട്ടാണ് ഇത് ഉണ്ടാവുക ഈ ഒരു ദോശ എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആവട്ടെ, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡൊക്കെ മാക്സിമം മതി. അപ്പോഴത്തേക്കന്നെ അത് ഇളകി വരും. അപ്പോൾ അതാ ഒന്നിങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ മടക്കാണ്ട് കൊടുക്കുക, പക്ഷേ മടക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്ന് മടക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫസ്റ്റത്തത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഒരു പീസ് കണ്ടില്ലേ, ചെറിയൊരു പീസ് അവിടെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, എടുക്കുന്ന സമയത്ത് ആ കയ്യിലൊക്കെ തട്ടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോകും. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒഴിച്ചിട്ട് വേഗം ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റൂമിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓളും മറ്റോളും രണ്ടാളും ഇവിടെ എപ്പോഴും ഉണ്ടാവും. ബ്ലാക്കിയും ഉണ്ട്. ഇവളാണ് എടുക്കേണ്ടത്. ബ്ലാക്കിക്ക് പിന്നെ ഓളെ എടുക്കുന്നത് വലിയ താല്പര്യമില്ല. ഇവക്കാണ് എടുത്തു കൊടുക്കേണ്ടത്. എപ്പോഴും എടുത്ത് കളിപ്പിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് കൊടുത്താൽ പിന്നെ അവിടെ നിന്നോളും. പിന്നെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ വാങ്ങിയ സമയത്ത് ചെറുതായിന് കേട്ടോ, ചെറിയ പൂച്ചൻ്റെ കുട്ടിയായത്. അന്നാ ചെറിയ കുട്ടിയായിട്ടേനും വാങ്ങി. ഇപ്പോൾ മാഷാല്ലാ വലിയ ആളായിപ്പോയി. ഇപ്പോൾ കണ്ടില്ലേ, ക്യാമറ പിടിച്ച് വലിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ലേശം നേരം എടുത്ത് കൊടുത്താൽ പിന്നെ അവിടെ നിന്നോളും. ഇനി നമുക്കിതാ ബാക്കി പാലാട മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ തന്നെ വെക്കുകയാണ്. ഇനിയിപ്പോൾ അതാ അടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആവും കേട്ടോ. ഇത് സാധനം തീരെ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നോമ്പിനൊക്കെ നല്ലതാണ്. നമുക്ക് വേഗം അസുറമൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് ഓതിയിട്ടൊക്കെ കിച്ചണിൽ ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആണെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തി ഒന്നും പരത്തി ഇടങ്ങാറാവേണ്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇനിയിപ്പോൾ അതാ ഞാനിപ്പോൾ ആ ഒരു ബീഫ് വേവിച്ച് വെച്ചതാണ്, നന്നായിട്ട് വെന്ത ബീഫ്. ഇനിയിപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചത്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അതിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി ആ ഒരു ബീഫ്. അപ്പോൾ ബീഫിനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ അതിൻ്റെ മേലേക്ക് തന്നെ നമുക്ക് ആ ഒരു കറി അതിൻ്റെ ആ ഗ്രേവിയോട് കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൽ കാണുന്ന ആ ഒരു എണ്ണ എന്ന് പറയുന്നത് ബീഫിൽ തന്നെ ഉള്ള നെയ്യാണ് കേട്ടോ. നമ്മൾ എണ്ണ തീരെ കുറവാണ് ഒഴിച്ചത്. ആ ഒരു ബീഫിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് അതിങ്ങനെ തെളിഞ്ഞ് കാണുമൊന്നുമില്ല. നമ്മൾ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊയ്ക്കോളും.
അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ നേരത്തെ ഇട്ടില്ല, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതായത് 2, 3 പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിലും വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം കുറച്ചൊരു കറി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പാലാട തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് കണ്ടല്ലോ, ഈ ഒരു പാകത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ചട്ടി തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ് അധികം ഡാർക്ക് ആവാത്തത്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡാർക്ക് ആവും. അപ്പോൾ ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പാലാടയും ബീഫും ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, അടിപൊളി ബീഫ് കറിയാണിത്. സൂപ്പറാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പാലാടി എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ടാൽ നമ്മൾ അലിഞ്ഞു പോകാന്ന് പറയില്ല, അത്രയും ഒരു ചവക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത്രയും അലിഞ്ഞു പോകുന്നൊരു സാധനമാണ് ഈ ഒരു പാലാട എന്ന് പറയുന്നത്. അങ്ങനെ വിരലോണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ മുറിഞ്ഞു പോകും. അത്രയും സോഫ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് തേങ്ങയും നമ്മളെ മുട്ടയൊക്കെയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാലാട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ദോശ എന്നൊക്കെ പറയുന്നതൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓരോന്ന് ഇങ്ങനെ തുറക്കാനും പറ്റും കേട്ടോ. നമ്മൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കീറിപ്പോവും. എന്നാലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ തുറന്നെടുക്കാനും ഒക്കെ പറ്റും. ഒരു ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി വെക്കുന്ന അരി എടുക്കുന്നത് കേട്ടോ. പച്ചരിക്കാണെങ്കിൽ കുറച്ചൊരു ഒട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്ന അരി തന്നെ വേണമെന്ന് പറയുന്നത്. ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ബസ്മതിയോ അല്ലെങ്കിൽ കയമയോ എടുത്താൽ മതി. അപ്പോൾ രണ്ടും അടിപൊളി സാധനമാണ് ഇന്ന് കാണിച്ചിട്ട്. ഈ ഒരു ബീഫ് കറിയും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു പാലാടി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും എൻ്റെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.